ഹലോ, എൻ്റെ പേര് രവീന്ദ്ര പണിക്കർ. ഇതെൻ്റെ വൈഫ് രത്നമ്മ പണിക്കർ. ഞങ്ങൾ FFD പ്രോട്ടോകോൾ അനുസരിച്ചാണ് ഇപ്പോൾ കഴിഞ്ഞ 5 വർഷമായിട്ട് ജീവിക്കുന്നത്. ഞങ്ങളുടെ ഷുഗർ ലെവൽ വളരെ കൺട്രോളിലാണ്. ഞാൻ 35 വർഷമായിട്ട് ഡയബറ്റീസ് കണ്ടീഷനുള്ള ഒരാളായിരുന്നു. ഇൻസുലിൻ 10 വർഷമായിട്ട് ഇൻസുലിനിലായിരുന്നു. അതെല്ലാം നിർത്തി ഇപ്പോൾ 5 വർഷമായിട്ട് യാതൊരു മെഡിസിനും ഞാൻ എടുക്കുന്നില്ല, താങ്ക്സ് ടു ദി FFD. അതേപോലെ തന്നെ എൻ്റെ വൈഫ് അന്ന് അവിടെ ഞങ്ങൾ TRP ട്രാൻസെൻഡൻ്റൽ റെസിഡൻഷ്യൽ പ്രോഗ്രാം അറ്റൻഡ് ചെയ്തതാണ്, TRP 75 ബാച്ചിൽ. അപ്പോൾ അന്ന് ഞങ്ങൾ അവിടെ ഒരാഴ്ച താമസിച്ച് റിസോർട്ടിൽ താമസിച്ച് ഇതെല്ലാം നേരിൽ അനുഭവിച്ച ആൾക്കാരാണ്. എക്സസൈസ് ചെയ്യുന്നത്, ഫുഡ് എങ്ങനെയായിട്ട് മാനേജ് ചെയ്യാം, ഇതെല്ലാം അവിടെ കാണിച്ചു തന്നു. അത് ഞങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ പറ്റി. അതുകൊണ്ടാണ് ഞങ്ങൾക്കിപ്പോൾ ഇതിൽ നിന്ന് വി ആർ റിയലി ഫ്രീ ഫ്രം ഡയബറ്റീസ് നൗ. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനാണ് ഞങ്ങൾക്കിപ്പോൾ ഉള്ളത്. എൻ്റെ വൈഫ് നല്ലൊരു കുക്കാണ്. അപ്പോൾ അതുകൊണ്ട് അവിടെ കിട്ടിയ ആ നോളജ് വെച്ചാണ് ഞങ്ങളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ആസ് ഇറ്റ് ഈസ് ഞങ്ങൾ കൂടുതൽ ട്രാവൽ ചെയ്യുന്നത് കൊണ്ട് ആ പ്രോട്ടോകോൾ അനുസരിച്ച്, FFD പ്രോട്ടോകോൾ അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. അതിൽ ചെറിയ വേരിയേഷൻസ് ഇപ്പോൾ ഉണ്ടാകുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ആ വേരിയേഷൻസ് ഞങ്ങൾ സ്വല്പം എക്സസൈസ് ഒക്കെ ചെയ്ത് മാനേജ് ചെയ്യുന്നുണ്ട്. അപ്പം വലിയ പ്രോബ്ലം ഇല്ലാതെ ഞങ്ങൾ പോകുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ ഒരുവിധം നോർമൽ ഡയറ്റൊക്കെ കഴിച്ചു തുടങ്ങി. കാരണം ഞങ്ങളുടെ വേ ഓഫ് ഇത് ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഇനിഷ്യലി ഞങ്ങൾക്കൊരു 3-4-5 മാസം സ്ട്രിക്ട്ലി ഡോക്ടേഴ്സ് പറഞ്ഞ ആ ഇത് ഡയറ്റ് ഫോളോ ചെയ്യാൻ പറ്റി. അതിൻ്റെ കൂടെ കുറച്ച് എക്സസൈസും ചെയ്ത് ഞങ്ങളത് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് കംപ്ലീറ്റ്ലി ഞങ്ങൾ മെഡിസിൻ നിർത്തി അത് കണ്ടിന്യൂ ചെയ്യുന്നു ഇതുവരെ. പക്ഷേ ഇപ്പം ഞങ്ങൾ ഡയറ്റൊക്കെ കുറച്ചൊക്കെ റിലാക്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെങ്കിൽ എക്സസൈസ്, ഡെയിലി എക്സസൈസ് കൊണ്ട് ഞങ്ങൾക്ക് പറ്റുന്ന, ഞങ്ങൾ ഓൾഡ് പീപ്പിളാണ്, ഞങ്ങൾക്ക് പറ്റുന്ന ചെറിയ ചെറിയ എക്സസൈസുകൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇപ്പം ഞങ്ങൾ പറഞ്ഞതുപോലെ മാനേജ് ചെയ്ത് പോകുന്നു. ഡയറ്റ് എന്ന് പറയുമ്പം ഞാൻ ഇൻസ്ട്രക്ട് ചെയ്യാനൊന്നും ഉള്ളതല്ല, ഞങ്ങൾ ഫോളോ ചെയ്ത ഡയറ്റ് അവിടെ പറഞ്ഞതനുസരിച്ച് രാവിലെ ഇനിഷ്യലി ഒരു ദാൽ ബേസ്ഡ് ഫുഡാണ് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റിന് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ 4 ഫുഡ് പ്ലേറ്റ് എല്ലാവരും പറയുന്ന പോലെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് 1 പോർഷൻ കാർബോഹൈഡ്രേറ്റ്, 1 പോർഷൻ പ്രോട്ടീൻ, 1 പോർഷൻ ഡാലോ പ്രോട്ടീൻ, ഡാലിൽ പ്രോട്ടീന്, പിന്നെ മറ്റേ കുക്ക്ഡ് വെജിറ്റബിൾ, റോ വെജിറ്റബിൾ. ഇതാണ് ഞങ്ങളുടെ ആ പാറ്റേൺ. അത് ഞങ്ങൾ വെജിറ്റേറിയൻസ് ആണ്, അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും ഡാലിനെ ബേസ് ചെയ്താണ്. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ വെയിറ്റൊക്കെ കുറഞ്ഞപ്പോൾ ഡോക്ടേഴ്സിന്റെ നിർദ്ദേശപ്രകാരം ഞങ്ങളൊരു എഗ്ഗും രാവിലെ ഇപ്പം കഴിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ ഹെൽത്ത് വൈസ് ഞങ്ങൾക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും തോന്നുന്നില്ല. പിന്നെ ഫുഡ് ദാൽ ബേസ്ഡ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്ന ചെറുപയർ, വൻപയർ, പിന്നെ ഈ കടല, അങ്ങനെയുള്ള, പിന്നെ ഇത് പനീർ, ഇങ്ങനെയുള്ളതാണ് പ്രോട്ടീനിനായിട്ട് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. പല ടൈപ്പിലും മാറി മാറി ഞങ്ങൾ എടുക്കും. ഉച്ചയ്ക്ക് ഈ ലഞ്ചിനാണ് ഈ 4 ഫുഡ് പ്ലേറ്റിന്റെ 4 ഡിവിഷൻസ് ഫോളോ ചെയ്യുന്നത്. പിന്നെ വൈകിട്ട് ഇപ്പോൾ ഞങ്ങൾ ഒരു ചെറിയൊരു കഞ്ഞി ഞങ്ങൾ ഇത് ചെയ്യുന്നുണ്ട്. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, ഫോളോ ചെയ്യണമെന്നില്ല. വൈകിട്ട് ഞങ്ങൾ ഈ മൂങ്ദാലും ഏതെങ്കിലും ഒരു കാർബോഹൈഡ്രേറ്റ്, മോസ്റ്റ്ലി ഞങ്ങൾ ബാർലി ഉപയോഗിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും മില്ലറ്റ് എന്തെങ്കിലും, അതിൻ്റെ കൂടെ കുറച്ച് ഉലുവായും കൂടെ ഇട്ടിട്ടുള്ള ഒരു കഞ്ഞിയാണ് ഞങ്ങൾ വൈകിട്ട് കുടിക്കുന്നത്. അത് അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു വെജിറ്റബിൾ സൈഡ് ഡിഷും കാണും. അതിൻ്റെ ഇതിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്